നമ്മുടെ രാധിക അമ്മ സ്വന്തം മുറി നമ്മുടെ രഞ്ജുവിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഗീതു വളരെയധികം പ്ലാൻ ചെയ്താണ് നമ്മുടെ രാധിക അമ്മയെ കൊണ്ട് മുറി ഒഴിയിപ്പിച്ചു കൊടുത്തത്. എന്തായിരിക്കും, എന്ത് പ്ലാനാണ് നമ്മുടെ ഗീതു ഇതിനു വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്തത്? എന്തിനായിരിക്കും രാധിക അമ്മ നമ്മുടെ ഗീതു പറഞ്ഞ ഉടനെ തന്നെ സ്വന്തം മുറി ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് സമ്മതിച്ചത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയല്ലേ? ഞാൻ പറയാനായിട്ടും ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോ തീരുന്നത് വരെ നോക്കിയിരിക്കേണ്ട, ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണിത്. ഇന്നലെ ഞാൻ എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ മുറി ആർക്ക് കൊടുക്കും? അതായത് നമ്മുടെ രഞ്ജുവിന് മുറി വേണം, നല്ലൊരു മുറി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ മുറിയെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ രേഖ പറയുകയാണ്, അത് ശരിക്കും പറയുകയാണെങ്കിൽ കാഞ്ചനയല്ലേ പറഞ്ഞത്, ആ 2 മുറിയിൽ നിന്ന്, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന 2 മുറി കേട്ടോ, ആ 2 മുറിയിൽ നിന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ അപശബ്ദങ്ങളും ഒക്കെ കേൾക്കാറും കാണാറൊക്കെ ഉണ്ടെന്ന് കാഞ്ചനയല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കാഞ്ചന പറയണ, കേൾക്കാറുണ്ട്, അത് ആവിയാണ്, ആവിയോ? അതേനെ, ആവി, പ്രേതം, പിശാസ് എന്നിങ്ങനെ പറയാണ്. അതെ, രാധിക മാമിയാണ് പറഞ്ഞത്. ഒരെണ്ണത്തിൽ ഗോവിന്ദ മാമൻ്റെ അച്ഛൻ്റെ ആവി, മറ്റേതിൽ അമ്മയുടെ ആവി എന്നിങ്ങനെ പറയാണ്. പറയുമ്പോൾ ഗോവിന്ദ് കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അപ്പം തന്നെ എന്ത് ചെയ്തെന്നോ, അപ്പം തന്നെ രാധികമ്മ പറയണ, ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആരും തർക്കിക്കേണ്ട. എന്തായാലും എൻ്റെ മുറി ഞാൻ രഞ്ജുവിന് വിട്ടുകൊടുത്തേക്കാം, ഞാനേ ആത്മാവിൻ്റെ കൂടെ കിടന്നോളാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രാധികാമ്മ. അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്, എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. രാധികാമ്മ ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഗീതു നൈസിന് നമ്മുടെ രാധികാമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, രാധികാമ്മേ, മുറി ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, രഞ്ജു എവിടെയെങ്കിലും കിടന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കണ്ണേട്ടനെ, മൊബൈൽ ഇങ്ങനെ വെച്ചിട്ടാണ്, കണ്ണേട്ടനെ ചിലതൊക്കെ കാണിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അത് മറ്റാരും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി പേടിച്ച ഉടനെ ഞാൻ ആത്മാവിനോടൊപ്പം കിടന്നോളാം, എൻ്റെ മുറി രഞ്ജു എടുത്തോട്ടെ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ ഗീത് പറയണ, സത്യം പറഞ്ഞാലുണ്ടല്ലോ കണ്ണേട്ടൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ അറയ്ക്കൽ തറവാട് ഇന്നും ഇതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതിൻ്റെ കാരണക്കാരി മറ്റാരുമല്ല, രാധികാമ്മ തന്നെയാണ്. ഇതുപോലെ ഇത്രയും നല്ല ത്യാഗിക്കാനുള്ള മനസ്സുണ്ടല്ലോ മറ്റാർക്കുമില്ല. ഇങ്ങനെ ത്യാഗിക്കാനുള്ള മനസ്സ് എൻ്റെ രാധികാമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതുപോലെ ത്യാഗ മനോഭാവമുള്ള 2 പേര് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ 2 പേര് മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോഴാണ് അറിഞ്ഞത് 3-മതൊരാളും കൂടിയുണ്ട്, അത് രാധികാമ്മയാണെന്ന്. ആ 2 പേരാരാ ഗീതു? ആ 2 പേര് ആരാണെന്ന് അറിയാമോ കണ്ണേട്ടാ? ആ 2 പേരിൽ ഒരാൾ മഹാത്മാഗാന്ധി, മറ്റേ ആള് മദർ തെരേസ. ഇപ്പം മനസ്സിലായി, 3-മതൊരാള് രാധികാമ്മ എന്നിങ്ങനെ പറയണേ. രാധികാമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. രാധികാമ്മ പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല, ഗോവിന്ദ് നിൽക്കുകയല്ലേ. അപ്പം രാധികാമ്മ പറയണേ, വിട്ടുവീഴ്ചകളല്ലേ ഗീതു ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നിങ്ങനെ പറയാണ്. ശരിയാ രാധികാമ്മ, ശരിയാ. അപ്പം തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അവർ. അപ്പം തന്നെ ഗീത് പറയണ, എങ്കിൽ ശരി, നിങ്ങൾ കാര്യം പോലെയൊക്കെ നടക്കട്ടെ, മുറികളൊക്കെ മാറുന്നവരൊക്കെ മാറിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഗീതു പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് രാധികാമ്മയുടെ മുറിയിലാണ് കാണിക്കുന്നത്. രാധികാമ്മ ഇങ്ങനെ കലിപ്പിലാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വരുൺ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് വരുൺ ചോദിക്കുകയാണ്, അമ്മ എന്താ കാണിച്ചത്, എന്ത് പണിയായി കാണിച്ചത്? അമ്മ എന്തിനാ ഈ വയസ്സാം കാലത്ത് ഇത്രയും നാളും അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ മുറി അമ്മ എന്തിനാ ഇപ്പോൾ കയറി വന്ന രഞ്ജുവിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്? എന്തിനാ മുറി വിട്ട് ഇറങ്ങി പോകാനായിട്ട് തീരുമാനിച്ചത്? അമ്മ ഇങ്ങനെ ഗീതു പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണം, വരുൺ
ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായമൊന്നും വേണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ മുറി വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ഗീതു കണ്ണനോട് ആ വീഡിയോ ഉണ്ടല്ലോ അത് കാണിച്ചേനെ. അത് കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഞാനും നീയും ഒക്കെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്തു പോയാനാ എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ വരുൺ പറയണ്, ആ ഒരു ക്ലിപ്പിൻ്റെ പേരിലാണ് അവൾ ഇങ്ങനെയൊക്കെ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവളുടെ കയ്യിൽ നിന്ന് അത് ഒപ്പിക്കാൻ എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ വരുൺ. അപ്പം രാധികാമ്മ പറയണേ, എന്തൊക്കെ തന്നെയാണെങ്കിലുണ്ടല്ലോ ഈ പോക്ക് അധിക നാളൊന്നും ഉണ്ടാവില്ല. ഇതിനൊരു തിരശീല വീഴണമല്ലോ, അതിനൊക്കെയുള്ള വഴിയൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ വരുൺ, സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ വീഡിയോ ഗോവിന്ദ് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ എനിക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയേക്കും. കാരണം ഞാൻ അവൻ്റെ കൂടെ കരഞ്ഞ് കാല് പിടിച്ച്, കണ്ണ എനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ ഗീതുവിനോട് കൊല്ലും തിന്നുന്നൊക്കെ പറഞ്ഞു പോയതാണ്, അല്ലാതെ ഒന്നും എൻ്റെ മനസ്സിൽ വെച്ചല്ല മോനെ, നീ എന്നെ കുട്ടിക്കാലം തൊട്ടേ കാണുന്നതല്ലേ എന്ന് ഞാൻ 2 വാക്ക് കരഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ ഗീതുവിൻ്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ അവിടെ അലിഞ്ഞു വീഴും. പക്ഷേ നിൻ്റെ കാര്യത്തിൽ അത് ഉണ്ടാവില്ല വരുൺ. നീയും സുവർണയും എന്താണ് ഗീതുവിനോട് പറഞ്ഞതെന്നുള്ള കാര്യം എനിക്കറിയണം എന്നിങ്ങനെ പറയണം. അപ്പോൾ വരുൺ പറയണം, അത് പിന്നെ അമ്മേ, ഞാനും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല. അമ്മ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാനും ഗീതുവിനെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ വരുൺ, നീയും സുവർണയും സംസാരിച്ചതിൻ്റെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് വേണം. അത് കണ്ടാലല്ലേ എന്തിനാമ്മേ? അത് കണ്ടാലേ നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എനിക്കത് അറിഞ്ഞിട്ട് വേണം നിങ്ങളുടെ മേലിൽ എനിക്കൊരു ഡിസിഷൻ എടുക്കാനെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വരുൺ പെട്ടുപോയി. അപ്പോൾ വരുൺ പറയാണ്, അമ്മേ എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊക്കും? കിഷോറിനോട് വീഡിയോ ക്ലിപ്പ് ചോദിക്കുകയാണെങ്കിൽ അവൻ ചോദിക്കുന്ന കോടികൾ അവൻ്റെ കയ്യിൽ മുമ്പേ വെച്ച് കൊടുക്കണം. അത് ഞാൻ ഗീതുവിനോട് തന്നെ ചോദിക്കാം. വേണ്ടമ്മേ, ഗീതുവിനോട് ചോദിക്കണ്ട. എന്താ ചോദിച്ചാൽ, അമ്മ ഇതിൻ്റെ പേരിൽ, ഈ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ പേരിൽ ഗീതുവിൻ്റെ കാല് പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അമ്മ വെറുതെ അവളുടെ കാലും കയ്യൊന്നും പിടിക്കാനായിട്ടിരിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണം, അവളുടെ കാല് പിടിച്ചെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. അതേസമയം ഉണ്ടല്ലോ ഈ വീഡിയോ കണ്ണൻ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ കാലുണ്ടാവില്ല പിടിക്കാൻ എനിക്ക് കയ്യും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വരുൺ പറയാണ്, അമ്മ ഇതെന്താ പറയുന്നത്? വരുൺ, സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വേണം എനിക്ക് നിൻ്റെ പേരിൽ എന്ത് നടപടി എടുക്കണമെന്ന് തീരുമാനിക്കാൻ. അമ്മേ, അത് പിന്നെ ഒരു പ്രശ്നം വന്നാൽ അമ്മ എനിക്കൊപ്പം നിൽക്കില്ലേ എന്നിങ്ങനെ ചോദിക്കണം വരുൺ. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണേ, ഇല്ല വരുൺ, ഒരിക്കലും നിൽക്കില്ല. കണ്ണനെ തള്ളിപ്പറഞ്ഞിട്ട് ഒരു കാര്യത്തിൽ ഞാൻ നിനക്കൊപ്പം നിൽക്കില്ല. ഇനി അഥവാ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലുണ്ടല്ലോ അതിൽ ഞാൻ ഒരിക്കലും ഇടപെടില്ല എന്നിങ്ങനെ പറയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലുണ്ടല്ലോ ഒരിക്കലും ഞാൻ അതിലേക്ക് ഇടപെടില്ല. പിന്നെ അപ്പോൾ ഉടനെ വരുൺ ചോദിക്കണം, അമ്മേ എനിക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അമ്മ എന്നെ കൂടെ ഒന്ന് നോക്കിക്കോണേ എന്നിങ്ങനെ പറയണം. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, ഒരു രക്ഷയില്ല, നിൻ്റെ കാര്യം വേണമെങ്കിൽ നീ നോക്കിക്കൊള്ളണം. അമ്മയുടെ ചിറകിൻ കീഴിൽ നിന്ന് എല്ലാം ചെയ്യേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. ഇപ്പം സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ നിനക്കായിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ കാര്യങ്ങൾ നീ സ്വയം തന്നെ കണ്ടെത്തിക്കൊള്ളണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ വരുൺ ഇങ്ങനെ ആകെ പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ രാധികാമ്മ പറയുകയാണ്, എനിക്കത് ഗീതുവിൻ്റെ കയ്യിൽ നിന്നും ആ വീഡിയോ ക്ലിപ്പ് വാങ്ങിയേ മതിയാവൂ എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ ചോദിക്കുകയാണ്, അമ്മേ ഇതിന് വേണ്ടിയിട്ട് അമ്മ അവളുടെ മുന്നിൽ നാണം കെടല്ലേ അമ്മേ? അതായത് വരുണിന് പേടിയാണ് ആ വീഡിയോ ഒക്കെ, വരുൺ സംസാരിച്ചതിൻ്റെ വീഡിയോ ഒക്കെ ഗീതുവിൻ്റെ കയ്യിലുണ്ടെന്നുള്ള പേടിയിലാണ് വരുൺ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ പറയുകയാണ്, രാധികാമ്മ പറയുകയാണ്, ഇല്ല വരുൺ, എനിക്ക് നിൻ്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഗോവിന്ദിനൊപ്പമേ എപ്പോഴായാലും നിൽക്കത്തുള്ളൂ. നിന്നെ ഇനി തള്ളിക്കളയേണ്ടി വന്നാലും ശരി തന്നെ, എനിക്ക് കണ്ണൻ്റെ മുന്നിൽ ഞാൻ മരിക്കുവോളം നല്ലൊരു അമ്മയായിരിക്കണം ഞാൻ. അതിന് വേണ്ടിയിട്ട് നിന്നെ തള്ളിക്കളയാൻ ഞാൻ മടിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ വരുൺ ചോദിക്കണം, കൊള്ളാം അമ്മേ, കൊള്ളാം, സ്വന്തം മകനായ എന്നെ അമ്മയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്നെ നൈസിനെ ഒഴിവാക്കുകയല്ലേ, തേച്ച് കളയല്ലേ അമ്മ ചെയ്യുന്നത്? അതേ വരുൺ, നിൻ്റെ കാര്യങ്ങൾ നീ ഇനിയെങ്കിലും സ്വയം നോക്കാനായിട്ട് പഠിക്കണം. അല്ലാതെ എന്നെ എപ്പോഴും എൻ്റെ ചിറകിൽ ഒതുങ്ങാന്നുള്ള ആ ഒരു മനോഭാവം നീ ഇനിയെങ്കിലും കളയണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അമ്മയും മോനും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്ക് വാതിൽക്കൽ ഒരു തട്ട് കേൾക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ
കാഞ്ചനയാണ്. കാഞ്ചനയുടെ കയ്യിലൊരു മുതുക്ക് ബാഗൊക്കെ ആയിട്ട് കാഞ്ചന നിൽക്കുകയാണ്. അപ്പോൾ രാധികാമ്മ ചോദിക്കുകയാണ്, എന്താ കാഞ്ചന, എന്താ നിനക്കിവിടെ കാര്യം? രാധിക മാമി പുറത്തോട്ട് ഇറങ്ങിയാൽ മാത്രമേ രഞ്ജു പാപ്പയുടെ ബാഗൊക്കെ ഇതിനകത്തേക്ക് എനിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയണേ. രഞ്ജുവിൻ്റെ ബാഗോ? അതെ, രാധിക മാമി അല്ലേ പറഞ്ഞത്, രാധിക മാമി പിസാസിൻ്റെ കൂടെ പോയി കിടന്നോളാം, ഈ മുറി രഞ്ജു പാപ്പയ്ക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ ഉടനെ രാധികാമ്മ ഇങ്ങനെ പെട്ട്. അങ്ങനെ രാധികാമ്മ എണീക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ രഞ്ജു പിന്നാലെ വരുന്നുണ്ട്. നമ്മുടെ രേഖയാണ് ബാഗൊക്കെ തൂക്കി മുന്നിലേ നടന്നു വരുന്നത്. അങ്ങനെ അപ്പോൾ ഉടനെ പെട്ടെന്ന് നമ്മുടെ വരുൺ ചിന്തിക്കുകയാണ്, ഇനി എനിക്ക് രക്ഷ വേണമെങ്കിൽ അമ്മയെ നമ്പി നിന്നിട്ട് ഒരു കാര്യവുമില്ല, എങ്ങനെയെങ്കിലും രേഖയെ വശത്താക്കണം. ഒരു സാഹചര്യം വന്ന് എന്നോട് ഗോവിന്ദേട്ടൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും രേഖ ഒന്ന് കരഞ്ഞ് പറയുകയാണെങ്കിൽ ഗോവിന്ദേട്ടനും ഗീതവും അലിയും. അതുകൊണ്ട് രേഖയെ വേണം നമ്പി നിൽക്കാൻ. അതുമാത്രമല്ല, സ്വത്തുക്കൾ അധികം രേഖയുടെ പേരിലാണ് ഉള്ളത്. അപ്പോൾ രേഖയെ ഒന്ന് താന്ന് നിന്നാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ വരുൺ ഓടിക്കൊണ്ട് ചെന്നിട്ട് പറയണം, ആ രേഖയെ ഈ ലഗേജ് ഒന്നും നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. വേണ്ട വരുണേട്ടാ, ഞാൻ എടുത്തോളാം. അപ്പോൾ ഉടനെ വരുൺ പറയണേ, വേണ്ട, ഇത് നല്ല വെയിറ്റാണ്, നീ ഇത്രയും വെയിറ്റ് ഒന്നും എടുക്കല്ലേ, ഞാനിവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ രേഖ അന്തം വിട്ട് പോകണേ, ഇതെന്താ വരുണേട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉടനെ വരുൺ പറയണേ, ഇനി നീ ഇങ്ങനെയുള്ള വെയിറ്റുകളും കാര്യങ്ങളൊന്നും എടുക്കണ്ട കേട്ടോ, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ലഗേജ് അങ്ങോട്ട് എടുത്തിട്ട് അകത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് കാഞ്ചന നിന്നിട്ട് പറയണ, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ ലഗേജും കൂടി അങ്ങോട്ട് പിടിക്കുക, ഇത് എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ വരുൺ പറയണ, നിൻ്റെ കയ്യിലിരിക്കുന്നത് നീ അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി എന്നിങ്ങനെ പറയണേ. അതെന്താ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേഖ പറയണേ, ഇങ്ങനത്തെ കാഞ്ചന എന്ന് പറയുമ്പോൾ ഉടനെ വരുൺ പറയണേ, വേണ്ട ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞ് അതും മേടിച്ചുകൊണ്ട് അകത്തോട്ട് കൊണ്ടുവയ്ക്കുകയാണ് നമ്മുടെ വരുൺ. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രഞ്ജു ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാഞ്ചന പറയാണ്, രാധിക മാമി ഇനി പിസാസിൻ്റെ മുറിയിലാണോ കിടക്കാൻ പോകുന്നത്, പേയ്ക്കൊപ്പമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് രാധിക. അപ്പോൾ തന്നെ കാഞ്ചന ചോദിക്കുകയാണ്, ഗോവിന്ദ് മാമൻ്റെ അച്ഛൻ്റെ ആത്മാവിൻ്റെ കൂടെയാണോ രാധിക മാമി ഉറങ്ങുന്നത്, അമ്മയുടെ ആത്മാവിൻ്റെ കൂടെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രഞ്ജു പറയാണ്, എൻ്റെ കാഞ്ചനെ, ഗോവിന്ദേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതേസമയത്ത് അമ്മയുടെ ആത്മാവിനെ കുറച്ച് രാധികാമ്മ പേടിക്കേണ്ടി വരും. കാരണം അമ്മയുടെ ആത്മാവ് ഇളകി വന്നാലുണ്ടല്ലോ, അത് തടയാനേ രാധികാമ്മ 7 ജന്മം ജനിക്കണം എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് തന്നെ രാധികയ്ക്ക് ഓർമ്മ വരികയാണ്, വിജയലക്ഷ്മി ഒരിക്കൽ അവിടേക്ക് കയറി വന്നിട്ട് വരുണിൻ്റെ കുത്തിന് പിടിച്ച് വരുണിനെ തൂക്കിയെടുത്ത് എറിഞ്ഞിട്ട് രാധികാമ്മയെ വെല്ലുവിളിച്ചിട്ട് പോയ സംഭവം പെട്ടെന്ന് തന്നെ നമ്മുടെ രാധികാമ്മ ഓർക്കുകയാണ് വിജയലക്ഷ്മിയെ കുറിച്ചിട്ട്. അങ്ങനെ നമ്മുടെ രാധിക പറയണം, വരുൺ പെട്ടെന്ന് ഈ പെട്ടിയും സാധനങ്ങളും കൊണ്ടുവന്ന് അപ്പുറത്തെ മുറിയിലേക്ക് വെക്ക്, ഈ മുറിയിൽ രഞ്ജു ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ മുരട്ട് കാളയെ പോലെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ വരുണാണെങ്കിലുണ്ടല്ലേ ഇങ്ങനെ നീക്കിക്കൊണ്ട് പോവുകയാണ്, സാധനവും നീക്കിക്കൊണ്ട് ലഗേജും കൊണ്ട് ഇങ്ങനെ ഒരു പോക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗീതവും ഗോവിന്ദും വാതിൽക്കൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയണം, നോക്ക് എൻ്റെ അമ്മ, നോക്ക് എത്ര നല്ല മനസ്സിന് ഉടമയാണ് എൻ്റെ അമ്മ. ഗീതു, നീ എപ്പോഴും എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്താറില്ലേ, നോക്ക് ആ മുറി വിട്ടുകൊടുക്കാൻ എൻ്റെ അമ്മ കാണിച്ച വിശാലമായ മനസ്സ് നീ കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയാണ്, വിശാല മനസ്സ്, രാധികാമ്മയുടെ വിശാല മനസ്സ് കണ്ണേട്ടനെ അറിയാമോ? കണ്ണേട്ട രാധികാമ്മ കാണിച്ചത് എന്താണെന്നാണ് കണ്ണേട്ടൻ വിചാരിച്ചു വെച്ചിരുന്നത്? അന്നേരം രാധികാമ്മ വെറും നമ്പർ ഇട്ടതല്ലേ. രാധികാമ്മ വിചാരിച്ച എന്താണെന്ന് അറിയാമോ? രാധികാമ്മയുടെ മുറി രഞ്ജുവിന് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണേട്ട സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടാ രാധികാമ്മ തയ്യാറാണെന്ന് പറഞ്ഞത് മുറി കൊടുക്കാനായിട്ട്. കണ്ണേട്ടൻ ഇട്ട് ഒന്നും മിണ്ടിയതുമില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് ഉടനെ ഞെട്ടിപ്പോണു. ഗോവിന്ദ് പറയണം, ആണോ, അങ്ങനെ വിചാരിച്ചിട്ടാണോ അമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മ അപ്പം നല്ല മനസ്സോടുകൂടി അല്ലേ സമ്മതിച്ചത്? അപ്പോൾ ഉടനെ ഗീത് പറയണേ, പിന്നെ ഈ കണ്ണേട്ടൻ ഒരു മണ്ടനായി പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീത് പറയണേ, രാധികാമ്മയ്ക്ക് പണി ചോദിച്ച് മേടിക്കുന്ന കാര്യത്തിലുണ്ടല്ലോ രാധികാമ്മയെ പോക്കിയേ ഉള്ളൂ ഈ ലോകത്ത് മറ്റാരും. പണി കൊടുക്കുന്ന കാര്യത്തിലേ ഈ ഞാനും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, അപ്പോൾ നീ എൻ്റെ അമ്മയ്ക്ക് മനഃപൂർവ്വം പണി കൊടുത്തതാണോടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറഞ്ഞു, ഇങ്ങനെ പറയുകയാണ് ഗീതു. അതെ എന്ന് സമ്മതിച്ചിട്ട് ഗീതു മുറിക്കകത്തേക്ക് കയറി പോവുകയാണ്.
അങ്ങനെ പോകുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജുവിന് കോൾ വരികയാണ്. രഞ്ജുവിനെ ധ്യാൻ രഞ്ജുവിൻ്റെ ഫോൺ എടുത്ത് നോക്കുകയാണ്. രഞ്ജു മുറിയിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം രാത്രിയിൽ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് 12 മിസ് കോൾ കിടക്കുകയാണ്. ധ്യാനിൻ്റെ കോളാണ്. അപ്പോൾ രഞ്ജു പറയണം, അയ്യോ 12 മിസ് കോൾ, ഇനിയിപ്പോൾ ധ്യാനെ അങ്ങോട്ട് വിളിച്ചാൽ കണ്ണ് പൊട്ടുന്ന കണക്ക് അവൻ ചീത്ത വിളിക്കും. എന്തായാലും ഒന്ന് വിളിച്ചു കളയാം എന്ന് പറഞ്ഞിട്ട് രഞ്ജു ധ്യാനിനെ വിളിക്കുകയാണ്. അപ്പോൾ ധ്യാൻ പറയണ്, നീ ഇത്രയും നേരം എവിടെ പോയി കിടന്നടി? എത്ര നേരം നിന്നെ ഞാൻ ട്രൈ ചെയ്തെന്നറിയുമ്പോൾ നീ ആ ഫോണിൽ നോക്ക്, എന്തുമാത്രം മിസ് കോൾ അതി വന്ന് കിടപ്പുണ്ടെന്ന്. മനുഷ്യന് വെറുതെ തീറ്റിക്കുമല്ലോ നീ എന്നിങ്ങനെ പറയണം. അപ്പോൾ രഞ്ജു പറയണ, അതിന് ധ്യാൻ എന്തിനാ പേടിക്കുന്നത്? ഇവിടെ ഫോൺ സൈലൻറ്റിലായിരുന്നു കിടന്നത്, ഞാനത് ശ്രദ്ധിച്ചില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ധ്യാൻ പറയാണ്, നീ ഫോൺ എടുക്കാതിരുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടിയെന്ന് നിനക്കറിയാമോ? ഞാൻ അനുഭവിച്ച ടെൻഷൻ എത്രയാണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ധ്യാൻ. അപ്പോൾ രഞ്ജു പറയണ, എന്നാൽ ഇപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലേ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ധ്യാനോട് രഞ്ജു ചോദിക്കണം, എന്താ വിളിച്ചത്? അതെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം അർജൻറ്റായിട്ട്. ഇപ്പോഴോ? ഈ രാത്രിയിലോ? അതെ, രാത്രി പകലെന്താ, എനിക്ക് നിന്നെ കാണുന്നതിന് പ്രത്യേകിച്ച് സമയമുണ്ടോ രഞ്ജു? ഞാൻ അങ്ങോട്ടേക്ക് വരാം. വേണ്ട, ഇങ്ങോട്ട് വരണ്ട. എന്താ അങ്ങോട്ട് വന്നാൽ? ഇവിടെ ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധമുണ്ടല്ലോ, അത് ഗീതുവിനും ഗോവിന്ദേട്ടനും മാത്രമേ അറിയാവൂ, മറ്റാർക്കും അറിയില്ല. അപ്പോൾ ധ്യാൻ ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ, അഥവാ ആരെങ്കിലും കണ്ണിൽപ്പെട്ട അവരൊക്കെ എൻ്റെ ക്യാരക്ടറിനെ തെറ്റിദ്ധരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ധ്യാൻ പറയാണ്, ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാലേ, എനിക്ക് നാളെ രാവിലെ തന്നെ 7:30 ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ രഞ്ജു വയ്ക്കുന്നത്, വേറെ കമ്പനിയിലോ? ബാംഗ്ലൂരോ? ഇവിടെയാണ് ധ്യാൻ്റെ വർക്കുകളൊക്കെ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ട് എന്താ ബാംഗ്ലൂർക്ക് പോണത്? അപ്പോൾ ധ്യാൻ പറയാണ്, രഞ്ജു ഇത് ഒരുപാട് ദിവസമൊന്നും വേണ്ട, അത്യാവശ്യം ഒരാഴ്ചത്തെ വർക്ക് മാത്രമേ അവിടെ ഉള്ളൂ, അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് പറയണം. അപ്പോൾ ഉടനെ അത് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അപ്പോൾ രഞ്ജു പറയണം, അത് ഒരാഴ്ചത്തെ വർക്കേ ഉള്ളോ? എങ്കിൽ ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വെളുപ്പം കാലത്ത് നമുക്ക് വീഡിയോ കോളിൽ കാണാമെന്ന് പറഞ്ഞിട്ട് രഞ്ജു ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ ധ്യാൻ നോക്കണം, രഞ്ജു ഹലോ, ഇവളെന്താ ഫോൺ കട്ട് ചെയ്തിട്ട് പോയോ എന്നിങ്ങനെ ആലോചിച്ചിട്ടിരിക്കണം. അതേ സമയത്തുണ്ടല്ലോ ഗോവിന്ദ് ഇങ്ങനെ കുളിച്ചിട്ട് യോഗയ്ക്കിടുന്ന ആ ഡ്രസ്സുണ്ടല്ലോ, വൈറ്റ് ആൻഡ് വൈറ്റ്, അത് ഇട്ടിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഗീതു ആണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ്, ബെഡൊക്കെ വിരിച്ച് നല്ല അടിപൊളിയായിട്ട് ഇട്ടിരിക്കുകയാണ്, കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗീതു. അപ്പോൾ ഗോവിന്ദ് വരികയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഗീത ചോദിക്കണേ, എന്താ കണ്ണേട്ടാ കിടക്കുന്നില്ലേ, കണ്ണേട്ടനെന്താ വല്ലാതിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഞാൻ എൻ്റെ പഴയ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു ഗീതു, അതേക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ മനസ്സ് വല്ലാതെ നൊന്തു. എനിക്കിത് ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നുന്നു, എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ നിന്നോടൊന്ന് പറയട്ടെ ഗീതു. അപ്പോൾ ഉടനെ ഗീതു, അതിനെന്താ കണ്ണേട്ടാ, എന്നോട് പറ, കണ്ണേട്ടൻ എന്നോട് എന്തും പറയാമല്ലോ. അപ്പോൾ ഉടനെ, എന്നാൽ നീ ഇവിടെ വന്നൊന്ന് ഇരിക്കുക ഗീതു. അങ്ങനെ ഗീതു വന്നടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, അതെ ഗീതു, പണ്ട് അച്ഛൻ മരിച്ച സമയത്ത് ഇതെല്ലാം ഏറ്റെടുക്കുന്ന സമയത്ത് ആദ്യമൊന്നും ഈ ഏജിയും കമ്പനിയും ഈ ഇത്രയും വലിയ വീടും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നിൻ്റെ അച്ഛനായിട്ട് തൊലച്ച് കളഞ്ഞതിന് ശേഷം പിന്നീട് എല്ലാം ഒന്നേന്ന് ഞാൻ എൻ്റെ കൗമാരകാലത്തെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഒരു കൗമാരക്കാരൻ്റെ ദുഃഖം ആരും സഹായിക്കാൻ പോലും ഇല്ലാതെ എന്നൊക്കെ ഇങ്ങനെ ഗീതുവിനോട് ഗോവിന്ദ് പറയണം. എന്നിട്ട് പറയുക, അന്നൊക്കെ ഉണ്ടല്ലോ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടായിരുന്നു. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ പാത്രമൊക്കെ പറക്കി വെച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് ഇന്ന് ഈ കാണുന്ന ഗോവിന്ദ് മാധവ് ഉണ്ടായത്. അതിൻ്റെ പിന്നിലുണ്ടല്ലോ എൻ്റെ രാധികാമ്മയാണ്. രാധികാമ്മയുടെ എന്താ പറയുന്നത്, രാധികാമ്മയുടെ കൂടി ഉപദേശമാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ. എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് രാധികാമ്മയാണ്. പിന്നീട് കഷ്ടപ്പെട്ടിട്ട് പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ പ്രിയമോളുടെ ആ ചിരി കാണുമ്പോൾ എല്ലാ വേദനയും മറക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീതു പറയാണ്, എന്തിനാ കണ്ണേട്ട ഇതൊക്കെ ഇപ്പോൾ ഓർക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ ഓർക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ കണ്ണേട്ടൻ എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അതല്ല ഗീതു, ചില കാര്യങ്ങളൊക്കെ വന്ന വഴികൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഓർക്കണം ഗീതു, എന്നാൽ മാത്രമേ നമ്മൾ ശരിക്കും മനുഷ്യരാവുള്ളൂ എന്നിങ്ങനെ പറയാണ് ഗോവിന്ദ്. അതിനുശേഷം ഗോവിന്ദ് പറയണം, ഞാൻ നിന്നോട് പറയാൻ വന്നത് ഇതൊന്നും അല്ല ഗീതു, വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ഗീതു മനസ്സിൽ വിചാരിക്കണേ, ലഡ് പൊട്ടി, ഇപ്പം പ്രണയം പറയാനായിരിക്കും കണ്ണേട്ടൻ ഇങ്ങനെ എന്താ പറയുന്നത്,
പ്രണയം പറയാനായിട്ട് തുറന്നു പറയാനായിരിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ തുടങ്ങുന്നത് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ്. ഓ ഇപ്പം ഐ ലവ് യു എന്ന് പറയുന്നത് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഗീതു ഇരിക്കുകയാണ്. അപ്പോഴാണ് ഗോവിന്ദ് പറയുന്നത്, ഗീതു സത്യം പറഞ്ഞാലുണ്ടല്ലോ ഗീതു, രാധികാമ്മയുടെ കാര്യം ഓർത്തപ്പോൾ രാധികാമ്മ മുറി വിട്ട് ലഗേജുകളും കൊണ്ട് പോകുന്നത് കണ്ടപ്പോഴുണ്ടല്ലോ ഗീതു, എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല ഗീതു എന്നിങ്ങനെ പറയുന്നു. ഗോവിന്ദ് കരയുന്നു. എന്താ കണ്ണേട്ടാ, എന്താ ഈ പറഞ്ഞു വരുന്നത്? ഉടനെ ഗോവിന്ദ് കരയാണ്. എന്തിനാ കണ്ണേട്ടൻ എന്തിനാ കരയുന്നത്, എന്താ കണ്ണേട്ടാ? അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, സത്യം പറഞ്ഞാലുണ്ടല്ലോ ഗീതു, ഈ വീട് വച്ചതിന് ശേഷം അന്ന് കയറിയതാ രാധികാമ്മ ആ മുറിയിൽ. ആ മുറിയിൽ നിന്ന് രാധികാമ്മ വേറൊരു മുറിയിൽ താമസം മാറി പോയിട്ടേ ഇല്ല. ഇന്ന് രാധികാമ്മ ആ മുറി വിട്ട് പോയത് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പിടഞ്ഞു പോയി ഗീതു എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ, ഇതാണോ കണ്ണേട്ടൻ പറയാനായിട്ടിരുന്ന കാര്യം? അതേ ഗീതു. അപ്പം ഗീതുവിന് പ്രാന്ത് പിടിക്കുകയാണ്, ദേഷ്യം കൊണ്ട് ഇങ്ങനെ മുടിയിലൊക്കെ പിടിച്ചിട്ട് ആ എന്ന് പറഞ്ഞു ഒരു അലർച്ച അങ്ങ് അലറയാണ്. എനിക്ക് അത്ര അലറാൻ വയ്യ, ഒന്നത് തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ ഗീതു ഒരു അലർച്ച ആ എന്ന് പറഞ്ഞ് അലറയാണ്. എന്നിട്ട് ഗീതു ആ ബെഡ്ഷീറ്റ് എല്ലാം വലിച്ച് വാരി ദൂരെ എറിയണം, അതിൽ കിടന്ന തലേണയും എല്ലാം വാരി ദൂരെ എറിയണം. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവക്കെന്ത് പ്രാന്ത് പിടിച്ച, എന്താ ഗീതു, എന്താ നീ കാണിച്ചു കൂട്ടുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു വീണ്ടും ഒരേ നിപ്പ് നിന്നിട്ട് ആ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നിട്ട് ഗീതു പറയാണ്. അപ്പോഴാണ് ഗോവിന്ദ് ചോദിക്കുന്നത്, ഗീതു മതി, ഗീതു മതി, നീ ഇനി വയലൻ്റ് ആവണ്ട, എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ നീ വയ്യാത്ത നിൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തത് കൊണ്ടല്ലേ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ തുറച്ച് നോക്കിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ മണ്ടനാണോ, മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, അതെന്താ ഗീതു നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മിണ്ടരുത്, ഇനി ഒരു അക്ഷരം എന്നോട് മിണ്ടരുത്. നിങ്ങളുണ്ട്, നിങ്ങളൊരു രാധികാമ്മയുണ്ട്, എനിക്കിനി ആ പേര് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗീതു ബാൽക്കണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗോവിന്ദ് വിചാരിക്കുകയാണ്, ഗീതുവിന് ഇതെന്താ പറ്റിയത്? രാധികാമ്മയുടെ കാര്യം പറഞ്ഞത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത് ഇവളിനി എന്തെങ്കിലും പറയാനായിട്ട് വന്നതാണോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പിന്നാലെ ചെന്നിട്ട് ഗീതു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത്, മിണ്ടരുത്, എൻ്റെ അടുത്തേക്ക് ഇനി നിങ്ങൾ വരരുത്. നല്ലൊരു കാര്യം പറയണമെന്ന് ഞാൻ പലവട്ടം മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെങ്കിലും കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ സന്തോഷത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് സ്ഥാനത്തും അസ്ഥാനത്തും ഒരു രാധികാമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, ഗീതു. അപ്പോൾ ഉടനെ ഗോവിന്ദ് മനസ്സ് വിചാരിക്കണേ, ഇവക്കും അപ്പം എന്നോട് പ്രണയം ഉണ്ടായിരിക്കോ, അതങ്ങാനും ആയിരിക്കോ ഇവളെ എന്നോട് തുറന്ന് പറയാനായിട്ട് ഇരുന്നത്? ഇനി ഞാൻ ഈ പറഞ്ഞത് കാരണം അത് അവൾ പറയാതിരിക്കോ? ഉടനെ ഗോവിന്ദ് പറയണേ, ഗീതു ഇനി ഞാൻ അങ്ങനെയുള്ള വർത്താനമൊന്നും പറയില്ല, നീയാണ് സത്യം. എൻ്റെ തലയിൽ തൊട്ട് കണ്ണിട്ട് സത്യം ചെയ്യരുത്. ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുമായിരുന്നു. അത് കാരണം എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മുടിഞ്ഞ അസുഖം വന്നത്. എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയണേ, എൻ്റെ ഗീതു ഞാൻ നിന്നെ തൊട്ട് കള്ളസത്യം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ തലയിൽ തൊട്ട് ഒന്നും സത്യം ചെയ്യണ്ട. ഗീതു നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ എന്നോട് പറ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണേ, ഇപ്പം പറയില്ല. അപ്പോൾ ഗോവിന്ദ് പറയണ്, ഇനി ഞാൻ നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യില്ല, പറയില്ല. അതുകൊണ്ടേ നീ പറയണം കേട്ടോ, നിനക്ക് എപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നുമ്പോഴൊക്കെ നീ എന്നോട് അത് പറയണേ എന്നിങ്ങനെ പറയണ്. അപ്പോൾ ഗീത് നോക്കാം എന്നിങ്ങനെ പറയണേ. എന്നാലേ ഞാൻ പോയി ആ പില്ലോ ഒക്കെ ഞാൻ പറക്കി വയ്ക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പില്ലോ ഒക്കെ പറക്കി വെച്ചിട്ട് ബെഡ്ഷീറ്റ് വിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും ബെഡ്ഷീറ്റ്. അങ്ങനെ ഒരു വശത്ത് നിന്ന് എടുക്കുമ്പോൾ മറ്റേ വശത്ത് നിന്ന് മാറിപ്പോകും. അങ്ങനെ പുള്ളിക്കാരൻ ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഗീതു അങ്ങോട്ടേക്ക് വരികയാണ്. ഗീതു ചോദിക്കുകയാണ്, എന്താ കണ്ണേട്ടാ ഈ കാണിക്കുന്നത്? ബെഡ്ഷീറ്റിൻ്റെ കൂടെ പരാക്രമം കാണിക്കുന്നോ? അപ്പോൾ ഗോവിന്ദ് പറയണ, നിങ്ങൾ പെണ്ണുങ്ങളെ സമ്മതിക്കണം, ഈ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത് എന്തൊരു കഷ്ടപ്പാടാ. അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കിയിട്ട് പറയണം, അതേ കണ്ണേട്ടാ, ബെഡ്ഷീറ്റ് വിരിക്കുന്നതിൽ അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല. അത് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്താൽ പെട്ടെന്ന് വിരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ വിരിക്കാം, കണ്ണേട്ട മാറ് എന്ന് പറഞ്ഞിട്ട് ഗീതു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് പറയണം, ഗീതു ആ പറയാനുള്ള കാര്യം എന്നോട് പറയണം കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണം, ഞാൻ പറയാം കണ്ണേട്ടാ, പക്ഷേ ഇപ്പോഴൊന്നുമില്ല, എനിക്കൊന്ന് തോന്നട്ടെ അപ്പം പറയാം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു, ഭയങ്കര രസമുള്ളൊരു എപ്പിസോഡായിരുന്നു. ഒത്തിരി എന്താ പറയുന്നത്, വലുതായിട്ട് പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലെങ്കിലും നല്ല രസമുള്ളൊരു എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.